NDA അല്ലെങ്കിൽ BJPയുടെ ഒരു ആഗ്രഹം പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകട്ടെ, 2031 ഞങ്ങൾക്ക് അധികാരം കിട്ടാൻ വേണ്ടിയുള്ളൊരു പടവായിട്ട് ഈ മുഖ്യമന്ത്രി കസേരയെ കാണുന്നു എന്ന രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ട്. അതും ആരാണ് ഇതിൻ്റെ ഉത്പാദാക്കളെന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ 26 നടക്കുന്ന ഇലക്ഷനിൽ തങ്ങൾക്ക് സാധ്യതയില്ലാത്തതുകൊണ്ട് ഒരു ഊഴം കൂടി പിണറായി വിജയൻ. 26ന്റെ കാര്യം പറയുമ്പോൾ 21 ആലോചിച്ച് നോക്കാം നമുക്ക്. 21 ഞങ്ങളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ UDFും BJPയും ഏറെക്കുറെ സമാന മനസ്കരായിട്ടാണല്ലോ LDFിനെതിരെ നീങ്ങിയിരുന്നത്. വൻപിച്ച കോലാഹലം. രാവിലെ ഒരാൾ പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം മറ്റൊരാൾ പറയുന്നു. അതായത് രാവിലെ UDF നേതാവ് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം BJP നേതാവ്, രാവിലെ BJP നേതാവ് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം UDF നേതാവ്. ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അന്നത്തെ അവസ്ഥ. മാത്രമല്ല അവരുന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് വിശ്വാസ്യത പകരാൻ നമ്മുടെ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വന്ന് വട്ടമിട്ട് പറഞ്ഞല്ലോ. ആർക്ക് വേണ്ടിയായിരുന്നു? UDFിന് വേണ്ടിയായിരുന്നല്ലോ. കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് അന്ന് ഓർമ്മയില്ലേ എന്തെല്ലാം നടന്നു? മാത്രമല്ല പിന്നെ ഏതെല്ലാം തരത്തിലുള്ള വൃത്തികെട്ട കാര്യങ്ങളാണ് നുണയായിട്ട് പ്രചരിപ്പിച്ചത്. ഞാൻ അതിനിടയ്ക്ക് ഒന്ന് ചോദിക്കട്ടെ, പുറത്ത് നമ്മളൊരു മാധ്യമപ്രവർത്തനങ്ങൾ കേട്ട ഒരു കാര്യമോ, അങ്ങയുടെ ഓഫീസിലേക്ക് കടന്നു വരാൻ ED ശ്രമം നടത്തി എന്നൊരു വാർത്ത പരക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ശ്രമം ED നടത്തിയിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരാൻ? എനിക്കറിയില്ല. ഇല്ല, എനിക്കറിയില്ല. അറിയാതെ എങ്ങനെ ശ്രമിച്ചെങ്കിലേ ഉള്ളൂ അല്ലേ? അപ്പോ അന്ന് പറഞ്ഞ കൂട്ടത്തില് എന്തെല്ലാമാണ് വൃത്തികെട്ട ആരോപണങ്ങളല്ലേ. ബിരിയാണി ചെമ്പ്, ബിരിയാണിക്കകത്ത് സ്വർണം, അങ്ങനെയൊക്കെയല്ലേ ആക്ഷേപങ്ങളുണ്ടായത്. അതിനൊക്കെ വിശ്വാസ്യത പകരുന്ന നിലപാടല്ലേ എടുത്തത്. അപ്പോ LDFിനെ എത്രമാത്രം വലിയ ശത്രുവായി BJP കണ്ടു എന്നുള്ളതിന് തെളിവല്ലേ അതല്ലേ കാണേണ്ടത്. ഇപ്പോൾ ത്രിപുരയിൽ അവിടെ BJP വിജയം വന്നപ്പോൾ പ്രധാനമന്ത്രി തന്നെ പരസ്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് പ്രത്യയശാസ്ത്ര വിജയമാണ്, ഇതിവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന്. ഇപ്പോൾ അവർ CPIM രാജ്യത്താകെ വലിയ പാർട്ടിയല്ലെങ്കിലും CPIMനെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നൊരു നിലയാണ് BJPക്ക് സാധാരണ. അല്ല, അവരുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണല്ലോ. അപ്പോൾ അതിനിടയിൽ CPM വേണമെങ്കിൽ ഒരു ഊഴം കൂടെ നിന്നോട്ട് എന്നുള്ളതാണെങ്കിലോ? ഇവിടെ RSS എന്ന് ആണല്ലോ ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നത്. നേതൃത്വം കൊടുക്കുന്ന RSS അവർ 3 കൂട്ടരെയാണ് ആഭ്യന്തര ശത്രുക്കളായിട്ട് കണ്ടിട്ടുള്ളത്. അത് ഒന്ന് മുസ്ലിം, മറ്റൊന്ന് ക്രിസ്ത്യാനി, വേറൊന്ന് കമ്മ്യൂണിസ്റ്റുകാർ. ഇതാണ് അവർ കണ്ടിട്ടുള്ള ശത്രുക്കൾ. അപ്പോൾ അവരുടെ രീതിശാസ്ത്രമനുസരിച്ച് ഇവരോടൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. കോൺഗ്രസും BJPയും എന്ന് പറയുന്നത് എന്താണ് അവർ തമ്മിൽ വ്യത്യാസം? ഇപ്പോൾ നയങ്ങളെ കാര്യം നോക്കിക്കോളൂ. രണ്ടുപേരും ഒരേപോലെ കാണുന്നില്ല. അല്ല, നയങ്ങൾ നോക്കിക്കോ നിങ്ങൾ. ആഗോളവൽക്കരണ നയം എന്താ വ്യത്യാസം? ഒരേ നയമല്ലേ. സാമ്പത്തിക നയം ഒരേ നയമല്ലേ. സാമ്രാജ്യത്വമുള്ള സമീപനം ഒരേ നയമല്ലേ. അത് ഞങ്ങളതല്ലല്ലോ. ഞങ്ങൾ വ്യത്യസ്ത നയമാണല്ലോ. ഈ കാര്യങ്ങളെല്ലാം വ്യത്യസ്ത നിലപാട് ഞങ്ങൾക്കുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് അങ്ങോട്ടും ഞങ്ങളോട് ഇങ്ങോട്ടും വിട്ടുവീഴ്ചയില്ലാത്ത എതിർപ്പാണ്. ഇപ്പോൾ കോൺഗ്രസ് BJPക്കെതിരാണെന്ന് പറയുന്നുണ്ടല്ലോ. കോൺഗ്രസ് BJPക്കെതിരാണെങ്കിൽ BJPയെ തകർക്കാനാണല്ലോ എല്ലാ വഴികളും നോക്കേണ്ടത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിച്ചത് ആരെ സഹായിക്കാനാണ്? യഥാർത്ഥത്തിൽ അത് BJPയുടെ B ടീമായിട്ടുള്ളൊരു പ്രവർത്തനമല്ലേ നടത്തിയത്. അവിടെ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ BJP ഗവൺമെൻറ് വലിയ തോതിൽ ഏജൻസികളെ ഉപയോഗിക്കുന്നു. ഡൽഹിയിലുള്ളൊരു മന്ത്രിയെ അവർ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞത് എന്താണ്? കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തതാണ്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഇപ്പോൾ കോടതി കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയപ്പോൾ BJPക്ക് മാത്രമല്ലല്ലോ മുഖത്തടിയേറ്റത്, കോൺഗ്രസിനുമല്ലേ. അവിടെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വീകരിച്ച നിലപാട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതല്ലേ കോൺഗ്രസിൻ്റെ നിലപാട്. പിന്നെ
പിന്നെ ഒരു ചോദിച്ചോട്ടെ. കാര്യം ആ. ഹരിയാനയിൽ എല്ലാവരും കണക്കാക്കിയതല്ലേ BJP പരാജയപ്പെടുമെന്ന്. ആരെങ്കിലും BJP ജയിക്കുമെന്ന് കണക്കാക്കിയിട്ടുണ്ടോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ? എന്തുകൊണ്ടാണ് BJPക്ക് ജയിക്കാനായത്? കൂടെ നിർത്തേണ്ടവരെ നിർത്തിയോ കോൺഗ്രസ്? അവിടെയും BJPക്ക് ജയിക്കാൻ പറ്റുന്ന സഹായകരമായ നിലപാടല്ലേ എടുത്തത്. ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.